ഹായ് എവറിബഡി, പ്രജിൻ പ്രതാപാണ്. പിന്നെ കൂടെ ഇവിടെ ആര്യമോളുണ്ട്. അന്ന് ഞാൻ കുറേ മുന്നേ ഒരു ഇൻ്റർവ്യൂ, ആര്യമോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്നൊരു നിങ്ങളോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അവളോട് ചോദിക്കാനുണ്ട്, ആര്യമോളോട് ചോദിക്കാനുണ്ട്. സത്യം ഞാനാണ് സത്യം, യൂണിവേഴ്സാണ് സത്യം. ഞാൻ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഒന്നും അവൾക്ക് അറിയില്ല. അത് പറയണ്ട, എന്റെ ഈ അവസ്ഥ കണ്ടാൽ തന്നെ അവർക്ക് മനസ്സിലാവും. ഞാൻ സാധാരണ ഭയങ്കര ആക്റ്റീവായിട്ട് ഇൻട്രോ പറയുന്ന ആളല്ലേ, മിണ്ടാണ്ടിരിക്കുന്ന ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പേടിച്ചിരിക്കുക, എന്താ ഇങ്ങോട്ട് വരാൻ പോണെന്ന് അറിയാതെ ഞാൻ ടെൻഷനിലാണ് ആക്ച്വലി ഗൈസ്. ഇവിടെ കള്ളത്തരം പറയില്ല എന്നാണ് ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജി. നമ്മളെവിടെയും കള്ളത്തരം പറയാറില്ല, പക്ഷെ നമ്മള് ജനങ്ങളുടെ അടുത്തേക്ക് നമ്മൾ എത്തുമ്പോൾ ഫേക്ക് ആണെങ്കിൽ ആൾക്കാർക്ക് അത് മനസ്സിലാവും. അതെ, അതാണ് അൾട്ടിമേറ്റ്ലി. അത്ര നമ്മള് വെറുതെ കുറെ നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. സത്യം എന്താണെന്നുള്ളത് കാണുന്നവർക്ക് മനസ്സിലാവും. അത് വലിയൊരു ഫാക്ടർ. ഓക്കെ, കാര്യത്തിലേക്ക് വരാം. അപ്പൊ ഞങ്ങള് ഇന്റർവ്യൂ സ്റ്റാർട്ടിങ്. പ്രജിൻ പ്രതാപാണെന്ന് MC. സാധാരണ അവളാണ് എന്നെ പൊരിക്കാറ്. ഇല്ലല്ല ആര്യമോളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് മാരീഡ് ലൈഫില് ഫ്രണ്ട്സിനുള്ള സ്ഥാനം എന്താ? എൻ്റെ രീതിയിൽ എനിക്ക് കുറെ ഗേൾ ഫ്രണ്ട്സ് ആണ്. അപ്പോ സാധാരണ ചില ആളുകൾക്ക് ബോയ് ഫ്രണ്ട്സ് ആയിരിക്കാം. മോളിപ്പോ എന്നെ കോമണൈസ് ചെയ്തിട്ട് സംസാരിച്ചാൽ മതി. ഫ്രണ്ട്സ്, അതായത് ആഫ്റ്റർ മാരേജ് ഫ്രണ്ട്സിനുള്ള ഇമ്പോർട്ടൻറ്റ് എന്താണ് മോൾ അതിനെ നോക്കി കാണുന്ന? എന്താ ഫ്രണ്ട്സിന് എന്നും ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. അതിന് ആഫ്റ്റർ മാരേജ് ബിഫോർ മാരേജ് എന്നുള്ള ഒരു സാധനം എനിക്കില്ല. ഇപ്പൊ ഏട്ടനെ നോക്കി കണ്ടിട്ടല്ല, ഏട്ടനാണെങ്കിലും ഞാനാണെങ്കിലും പേഴ്സണലി എൻ്റെ ഒരു ഫീലിങ്സ് എന്ന് വെച്ചാൽ ഫ്രണ്ട്സിന് ബിഫോർ മാരേജ് ഫ്രണ്ട്സിനെ കൊണ്ടുപോകുക, ആഫ്റ്റർ മാരേജ് ഫ്രണ്ട്സ് ഇല്ലാതാവാന്ന് പറയുന്നതിന് എന്താ ഫ്രണ്ട്ഷിപ്പ്? പക്ഷെ മോൾക്ക് പെയിൻ ആവാറില്ലേ? എന്റെ കൂടെ ഗേൾ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാവുന്ന എവിടെയെങ്കിലും അതെനിക്ക് ഏട്ടനോടുള്ള പൊസസീവ്നെസ് ആണ്, അല്ലാതെ അവരുടെ കുറ്റമല്ലല്ലോ. അത് പ്രജേട്ടൻ അത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏട്ടന്റെ ക്വാളിറ്റിയാണ്. അത് ഞാൻ കൊണ്ടാണ് എനിക്കത് ഓക്കെ ആയത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. സി, ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ദേ ആർ ലൈക്ക്, അവര് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രഷ്യസ് ജെമ്മാണ്. അത് നമുക്ക് എല്ലാ കാലത്തും ഉണ്ടാവണം. കല്യാണത്തിന് മുന്നേ ഒരു ഫ്രണ്ട് സർക്കിൾ, കല്യാണം കഴിയുമ്പോൾ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ഇൻഫ്ലുവൻസിൽ ഫ്രണ്ട്സിനെ മാറ്റി നിർത്തിയിട്ട് സ്നേഹിച്ചാൽ നാളെ നമ്മൾ അതേ ഇൻഫ്ലുവൻസിൽ അവരെയും മാറ്റി നിർത്തും. സോ ബന്ധങ്ങൾ, അത് ഫ്രണ്ട്സ് എന്നല്ല കേട്ടോ, എന്താണെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ ചേർത്ത് പിടിക്കുക ഏത് കാലത്തും. അതിന് മറ്റുള്ളതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒന്നും, ഭാര്യ ഭർത്താവ് എന്നല്ല, ഒന്നും തടസ്സമാവരുത്. അതാണ് എൻ്റെ ഒരു വേ. ഇതില് എനിക്ക് ഗേൾ ഫ്രണ്ട്സ് എത്ര ഉണ്ടാവുന്ന മോൾ അത് അഡ്ജസ്റ്റ് ചെയ്യല്ല, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം അത് ഏട്ടന്റെ ജെന്യൂനിറ്റി അല്ലേ. ഇപ്പൊ ഫേക്ക് ആവണമെങ്കിൽ പ്രജേട്ടനെ എന്നെ ഹൈഡ് ചെയ്ത് വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അത് ചെയ്യുന്നില്ല കേട്ടോ, ഞാൻ പറ അങ്ങനെയല്ല. എൻ്റെ കണ്ണിൽ സുഹൃത്തുക്കൾ എന്നും സുഹൃത്തുക്കളാണ്. അത് ഇപ്പൊ ഒരു കാര്യം, I'll tell you this, ഒറ്റ കാര്യം ഞാൻ പറയാം. ഏട്ടൻ എന്നെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഏട്ടന് ഗേൾസ് ഒക്കെ വന്നിട്ടുള്ളത്. അതൊരു പോയിന്റാണ്. പക്ഷേ അത് ഇപ്പം ഞാൻ പൊസസീവായിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഐ എം നോട്ട് സച്ച് എ ഗുഡ് കൈൻഡ് ഓഫ് മദർ തെരേസ ഒന്നുമല്ല ഞാൻ എത്രയോ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ. എനിക്ക് പെമ്പിളാരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ആൾ എൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങളിൽ ഒരു ജെന്യൂൻ ആയിട്ടുണ്ട്. എടാ, അവരെൻ്റെ സുഹൃത്തുക്കളാണ്, ദേ ആർ മൈ ഫ്രണ്ട്സ്, അവരെനിക്ക് വേണ്ടി എൻ്റെ കൂടെ എൻ്റെ അപ്സ് ആൻഡ് ഡൗൺസിൽ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അവരുടെ ജെൻഡർ ഗേൾ ആയി പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ട് നാളെ അവരെ മാറ്റി നിർത്തിയാൽ, നാളെ വേറൊരു പെണ്ണിൻ്റെ വാക്ക് കേട്ട് ഞാൻ നിന്നെയും മാറ്റി നിർത്താം. ദാറ്റ്സ് ഇറ്റ്. ആ ഒരു ലോജിക്ക് ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് എൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. എനിക്കും ബോയ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. സോ ഫ്രണ്ട്സ് ആർ ഓൾവേസ് എ വെരി പ്രഷ്യസ് തിങ്. അത് ആർക്ക് വേണ്ടിയും നമ്മൾ സാക്രിഫൈസ് ചെയ്യരുത്. നിങ്ങളുടെ പാർട്ട്ണർക്ക് അതിലൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ജെന്യുവൻ ആണെങ്കിൽ ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷേ മോള്, ഞാൻ വേറൊരു ഡൗട്ടും കൂടെ ചോദിക്കട്ടെ. ചില നേരത്തെ നമുക്ക് പൊസസീവ് എന്ന് പറയുന്ന സാധനം വരും. എല്ലാ നേരത്തും വരും. അപ്പൊ പൊസസീവ്നെസ്സില് പിന്നെ ഇത്രയൊക്കെ വരുന്ന സംഭവത്തിൽ ഒരു ഫ്രണ്ട്സ് സംസാരിക്കുമ്പോഴോ കൂടെ നിൽക്കുമ്പോഴോ പിന്നെ എന്തിനാ സാധനം വരുന്നത്? അങ്ങനെയല്ലേ ഇപ്പൊ മോളല്ലേ പറഞ്ഞ ഫ്രണ്ട്സ് ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യണം ഇത്ര. അതെ, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വരി എന്നെ ലോക്ക് ചെയ്യുന്ന. ഐ വിൽ ടെൽ യു വൺ തിങ്. ഞാൻ പറഞ്ഞത് എനിക്ക് പൊസസീവ്നെസ് ഇല്ലാന്നല്ല, പക്ഷെ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ്. എന്ന് കരുതി പൊസസീവ്നെസ് അക്സെപ്റ്റൻസും ഡിഫറെന്റ് ആണ്. എനിക്ക് ഏട്ടനോട് ഓഫ് കോഴ്സ് ഇപ്പൊ നമ്മുടേതെന്ന് കാണുമ്പോൾ, നമ്മുടെ ആണിൻ്റെ അടുത്ത് വേറൊരു സ്ത്രീ ഓവറായിട്ട് ഒരു സാധനം, ഈവൻ ഫ്രണ്ട്സ് ആണെങ്കിൽ എന്താ കാണിക്കുമ്പോൾ നമുക്കൊരു കുശുമ്പ് വരും. പക്ഷെ അത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി.
അതൊരു കുശുമ്പ് മാത്രമാണെന്നുള്ളത് ഞാനത് ഉൾക്കൊള്ളുന്നുണ്ട്, എല്ലാവരും ഉൾക്കൊള്ളുന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, എനിക്ക് പ്രജേട്ടൻ്റെ ഇത്രയും കാലം ഞാൻ 11 വർഷം ജീവിച്ച എൻ്റെ ജീവിതത്തിലുള്ള എക്സ്പീരിയൻസിൽ ആള് ഫ്രണ്ട്സായിട്ടും എല്ലാം കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അനലൈസ് ചെയ്തുകൊണ്ടാണ്. ചില ആളുകളുണ്ട് ഏതെൻ്റെ ഫ്രണ്ട് മാത്രമാണെന്ന് കരുതിയിട്ട് ഓവറാക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്ത് ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നോ അതാണ് ഏറ്റവും നെഗറ്റീവ്. ഇപ്പൊ ഗേൾ ആയിട്ടൊരു സുഹൃത്തുണ്ടെങ്കിൽ അത് ഓപ്പൺ അപ്പ് ചെയ്ത് പറയാനുള്ള ഗഡ്സ് കാണിക്കണം. അത് കാണിക്കുമ്പോൾ അയ്യോ അവളെന്ത് വിചാരിക്കും, അവളെന്ത് തെറ്റിദ്ധരിക്കുന്ന കരുതി, അല്ലെങ്കിൽ ഈവൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ അങ്ങനെ ചിന്തിച്ച് ചെയ്യുമ്പോഴേ ഉള്ളൂ കുഴപ്പം. ഞാൻ ഇവഞ്ച്വലി എനിക്കത് മനസ്സിലായതുകൊണ്ട് ഞാൻ അതിനോട് യോജിച്ച് പോകുന്നേ ഉള്ളൂ. എന്ന് കരുതി എനിക്ക് ഏട്ടനോട് കുശുമ്പില്ല, പൊസീവ്നെസ് ഇല്ലാന്നില്ല, അതുണ്ട് കേട്ടോ, അത് നല്ലോണം ഉണ്ട്. പക്ഷെ എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ ഒറ്റ ലൈനിൽ ഉത്തരം പറയട്ടെ. ഏട്ടന്റെ ലൈഫിലേക്ക് സ്ത്രീകളാണ് വരുന്നത്. ബീങ് എ വുമൺ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പ്രേമിക്കുന്ന പുരുഷന്റെ ജീവിതത്തിലേക്ക് വേറൊരു സ്ത്രീയുടെ ഇൻവോൾവ്മെന്റ്, അത് ആര് തന്നെ ആയാലും പൊസസീവ്നെസ് ഉണ്ടാവും. ബട്ട് അൾട്ടിമേറ്റ്ലി ഐ ട്രസ്റ്റ് യു. ഓക്കെ, എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഏട്ടൻ പറയുന്നതിന്റെ അപ്പുറമായിട്ടൊന്നും ഞാൻ ചിന്തിക്കാറില്ല. ദാറ്റ് ഈസ് ദ ഓൺലി തിങ്. ഐ ട്രസ്റ്റ്. ആ ട്രസ്റ്റിൽ ഐ എം ഹാപ്പി. ആൻഡ് ഏട്ടൻ്റെ കൂടെ എനിക്കറിയുന്ന ഞാൻ കാണുന്ന ആളുകൾ ആരാണെങ്കിലും അവരെല്ലാവരും ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ദേ ആർ ഗുഡ് പേഴ്സൺസ് ഇൻ മൈ വ്യൂ പോയിന്റ് ഐ ക്യാൻ സേ. ഞാൻ അറിയുന്നവരൊക്കെ വളരെ നല്ല ആളുകളാണ്. എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഹൗ ടു ജഡ്ജ് പീപ്പിൾ. ദാറ്റ് ഈസ് ദ ഓൺലി തിങ്. ആൻഡ് ഐ ട്രസ്റ്റ് മൈ ഹസ്ബൻഡ് അ ലോട്ട്. ദാറ്റ്സ് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 വേർഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഭർത്താവിൻ്റെ സ്ഥാനം എന്താ? മോളിനെ കണക്ട് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിൽ പറയാം. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയുടെ ജീവിതത്തിൽ ഭർത്താവിന്റെ സ്ഥാനം എന്താണ്? സ്ഥാനം അത് 3 വേർഡില് 3 വേർഡ് പറഞ്ഞാൽ ആ സാധനം ഉണ്ടെങ്കിലേ അത് ഭർത്താവ് ആവൂ. പറ. How could you do this to me? അത് എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഇംഗ്ലീഷ് പറയരുത്. ഇംഗ്ലീഷ് അല്ലാതെ വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. അങ്ങനെയല്ല, ഈ ഭർത്താവ് ആവരുത്. ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയിടത്തോളം വെറും ഭർത്താവാണ് എന്നുള്ള സ്ട്രാറ്റജി ഫോളോ ചെയ്യാതെ ആ ആളുടെ, കാരണം ഓഫ് കോഴ്സ് നമ്മൾ പെൺപിള്ളേർ വീടും അച്ഛനെയും അമ്മേനെയും എല്ലാവരും വിട്ടിട്ട് ഇവരുടെ കൂടെയല്ലേ ജീവിക്കണത്. സോ ഒരു നല്ല ഭർത്താവിന് അച്ഛനും അമ്മയും എല്ലാം ആവാൻ കഴിയുകയാണെങ്കിൽ അത് ദാറ്റ് ഈസ് എ ഗുഡ് ഹസ്ബൻഡ് ആയി. നല്ലതാ. ഞാൻ അടുത്ത് അത്രേ ഉള്ളൂ. 2 വേർഡും കൂടെ സ്പീഡിൽ പറയാമോ? എനിക്ക് പറയാൻ പറ്റുന്നല്ലേ, എനിക്ക് പറയാൻ പറ്റുമോ? ഏട്ടാ ഇങ്ങനെ ഫോഴ്സ് ചെയ്യല്ലേ. ഇതാണ് അൾട്ടിമേറ്റ്. ഇതിനപ്പുറം ഒന്നുമില്ല. നമ്മുടെ എല്ലാ റോളും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റണം. ബിക്കോസ് അതാണ് അൾട്ടിമേറ്റ്ലി എനിക്ക് എൻ്റെ ഒരു ലൈഫിൽ അതാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതാണ് വേണ്ടത്. നമ്മളെ എല്ലാ സാഹചര്യത്തിലും സ്നേഹിക്കാൻ പറ്റുന്ന, കെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഹീസ് എ ഗുഡ് ഹസ്ബൻഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നല്ലതാ അല്ലേ പറഞ്ഞ. അവള് ഭർത്താവ് മാത്രമായിട്ട് ഒതുങ്ങരുത്, എല്ലാ റോളും കൈകാര്യം ചെയ്യുന്ന ഒരാളായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. പക്ഷേ എൻ്റെ വീട്ടിൽ ആര്യമോള് ബെസ്റ്റാണ്. അത് നിങ്ങളൊക്കെ കുറേ കണ്ടതാണ്. എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ അത്ര സ്വീറ്റാണ്. ആര്യമോൾ അതിനേക്കാളും സ്വീറ്റാണ്. അതെനിക്ക് അഭിമാനത്തോടു കൂടെ പറയാം കേട്ടോ. അവൾ നിൽക്കുന്ന ഒരു രീതി, അമ്മേൻ്റെ അടുത്ത് നിൽക്കുന്നതും എൻ്റെ അനിയന്മാരുടെ അടുത്ത് നിൽക്കുന്നതും, അത് ഞാൻ വെക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതലാണ് അവൾ വെക്കുന്നത്. എന്നെ സംബന്ധിച്ചിട്ട് ഏതൊരു ഭർത്താവ് ആഗ്രഹിക്കുന്നത്, നമ്മൾ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന വീട്ടിൽ അവനാൻ്റെ ഭാര്യ, എൻ്റെ ഭാര്യ നമ്മുടെ അമ്മേൻ്റെ അടുത്ത്, അച്ഛൻ്റെ അടുത്ത്, അനിയന്മാരുടെ അടുത്ത് സന്തോഷമായിട്ട് നിൽക്കുക, അത് 11 വർഷമായിട്ട് സന്തോഷമായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് വലിയൊരു സംഭവം. അത് ഇതാണ് ആര്യമോളെ ഫസ്റ്റ് പ്ലസ് പോയിന്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, റെസ്പെക്ട് ചെയ്യുന്നൊരു സാധനം. അതുപോലെ കുഞ്ഞി ക്വസ്റ്റ്യൻ തന്നെ, മോളെ വീട്ടിൽ ഞാൻ എന്താണ്? Oh my God, I have to say this. അതായത് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തിട്ടാണ് എൻ്റെ പാരൻസ്, ഓഫ് കോഴ്സ് യു ഗൈസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഞാനൊരു പെൺകുട്ടിയാണ്, പെൺപിള്ളേരെ വീട്ടുകാർ അത്ര പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യില്ല. അത് അവരുടെ പെയിൻ അത്രത്തോളം ഉണ്ട്. കുറേ ടൈം എടുത്തു, 4-5 വർഷത്തോളം എടുത്തിട്ടാണ് ഏട്ടനെ ആക്സെപ്റ്റ് ചെയ്തത്. ആക്സെപ്റ്റൻസ് അന്നില്ലാതിരുന്നത് ഏട്ടനൊരു വെറും ഒരു ഡാൻസറെ കെട്ടിപ്പോയി എന്നുള്ള ഒറ്റ രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഫാമിലിക്ക് ഓൾറെഡി ഏട്ടനോടുള്ളൊരിത് എന്നെക്കാളും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് അവർക്ക് പ്രജേട്ടനോടുണ്ട്. അത് പ്രജേട്ടൻ ഡാൻസർ ആയതുകൊണ്ട്, ഇപ്പോഴത്തെ ഫെയിം കൊണ്ടൊന്നുമല്ല. ദ വേ ഹീ ടേക്ക് കെയർ ഓഫ് മൈ ഫാമിലി. എൻ്റെ എൻ്റെ അച്ഛൻ മരിച്ചായിരുന്നു കുറച്ച് നാളുകൾക്ക് മുന്നേ. ഞാനിത് പറയരുതെന്ന് വിചാരിച്ചാണ്. ബട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഐ എം ടെല്ലിങ് യു ദിസ്. ലാസ്റ്റ് December 17th ഐ ലോസ്റ്റ് മൈ ഫാദർ. സ്ട്രോക്ക് വന്നായിരുന്നു.
ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത, സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ റീൽസും കാര്യങ്ങളും ഒക്കെ സ്റ്റോപ്പ് ആയത് അതുകൊണ്ട് തന്നെയാണ്. ഞാൻ മീൻ യൂട്യൂബിൽ വീഡിയോസ് ഇടാതിരുന്നതൊക്കെ അതിൽ നിന്ന് റിക്കവർ ആയി എടുക്കാൻ കുറേ സമയം എടുത്തു. പക്ഷെ ആ സമയത്ത് എന്നെ, എൻ്റെ അമ്മയും അനിയത്തെയും എന്താ പറയുക, തകരാതെ പിടിച്ചു നിർത്താനുള്ള ഒരു സംഭവം. അതുവരെ എനിക്ക് അത്ര ഏട്ടൻ എന്തൊക്കെ ചെയ്താലും ഇതൊരു കടമയാണല്ലോ, ഒരു പെണ്ണ് കെട്ടിക്കൊണ്ടുവന്ന എല്ലാ ആണുങ്ങളും ചെയ്യുന്നതാണല്ലോ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് അറ്റ് ദാറ്റ് മൊമെന്റ് ഐ റിയലൈസ്ഡ്, ഞാനന്ന് വീണ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ താങ്ങി നിർത്തിയത് എന്നെ മാത്രമല്ല കേട്ടോ, അതെൻ്റെ അമ്മയും എൻ്റെ അനിയത്തെയും ഏറ്റവും താങ്ങി നിർത്തിയത് എൻ്റെ ഏട്ടനെ തന്നെയാണ്. അവിടെ പ്രജേട്ടൻ എടുത്തൊരു റോൾ, ദാറ്റ് ഇസ് റിയലി, അതായത് എല്ലാവരും ചെയ്യുന്ന പോലത്തെ റോളല്ല അത്. ഞങ്ങൾ മനസ്സിലാക്കി സൊസൈറ്റി എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ പെയിൻ. നിങ്ങൾക്ക് വിഷമമുണ്ടോ? ഇപ്പോൾ അച്ഛനെ മിസ് ചെയ്തിട്ട് എനിക്ക് 14 ദിവസം, നമുക്കൊരു ചടങ്ങുണ്ട് 14 ദിവസം ഒരു വീട്ടിൽ തന്നെ ഇരിക്കണം എന്നുള്ളത്. അപ്പം അച്ഛൻ്റെ ഓർമ്മകളിൽ എനിക്ക് ആക്ച്വലി അവിടെ ഇരിക്കാൻ എൻ്റെ മനസ്സ് ഞാൻ ഭയങ്കര സഫക്കേറ്റഡ് ആയ ഒരു മൊമെൻ്റ് ആയിരുന്നു. ആ സമയത്ത് ഏട്ടൻ്റെ അടുത്ത് സൊസൈറ്റി എന്തോ പറയട്ടെ, മോൾക്ക് ഓക്കെ അല്ലേ, മോള് പെയിൻ എടുക്കുന്നുണ്ടെങ്കിൽ, അമ്മ പെയിൻ എടുക്കുന്നുണ്ടെങ്കിൽ, കുഞ്ഞി മീൻസ് എൻ്റെ അനിയത്തി പെയിൻ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാ. ഏട്ടൻ മാത്രമല്ല, ഡാഡി, അമ്മ, ഞങ്ങളുടെ ബ്രദേഴ്സ് എല്ലാവരും ആ സമയത്ത് ഞങ്ങളെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ബ്ലഡിൽ ആർക്കും അത്രയും, ഐ മീൻ നെവർ എനി ഫാമിലി മെമ്പേഴ്സ് ചെയ്തിട്ടില്ല ആ കാര്യം. ഐ ക്യാൻ ടെൽ യു ദാറ്റ്, ലിറ്ററലി ഐ ക്യാൻ ടെൽ യു ദാറ്റ്. ആ സമയത്ത് ഏട്ടൻ എന്നോട് കാണിച്ചൊരു സാധനം, അവിടെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ രക്തബന്ധമൊന്നുമല്ല, രക്തബന്ധത്തിനേക്കാളും വലുതായിട്ട് ചിലത് ഈ ലോകത്തുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു മൊമെൻ്റാണത്. എവ്രിബഡി, മൈ മോം, എൻ്റെ സിസ്റ്റർ എല്ലാവരും പറയും, അത് ഇന്നും പറയും, എന്നും. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അതിലൊരു ഏട്ടനോട് എന്താ പറയുക, ഭയങ്കര ഒരു കടപ്പാടാണ് എനിക്ക്. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ദാറ്റ്. ചിലപ്പോൾ ചില വീഡിയോസിൽ, എൻ്റെ ലാസ്റ്റ് ഞങ്ങളുടെ ആനിവേഴ്സറി വീഡിയോയിൽ ഏട്ടൻ കുറേ ഗിഫ്റ്റ് വന്നപ്പോൾ ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് ചോദിച്ചു, നീ ഇതിൽ ഇങ്ങനെ കിടന്ന് ഷോ അടിക്കുന്നത്, ഇത്രയും കരയാൻ എന്താ? പക്ഷേ ചിലതേട്ടൻ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര വലുതാണ്. അതെനിക്ക് ജീവിതത്തിൽ ആരുടെ നിന്നും കിട്ടാത്തൊരു സാധനമാണ്. എന്നെ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ തകരില്ല. എത്ര കാലം പ്രജേട്ടൻ എൻ്റെ കൂടെ ഉണ്ടോ അത്രയും കാലം ഞാനും എൻ്റെ അമ്മയും എൻ്റെ അനിയത്തെയും തളരില്ല. അതിലപ്പുറം എനിക്കൊന്നും പറയാറില്ല. സത്യം പറയട്ടെ, ഞാൻ അവള് അച്ഛൻ മരിച്ച ആ ഒരു കാര്യം പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. ഞാൻ അതേയല്ല ഞാൻ അവളുടെ അടുത്ത് പ്രതീക്ഷിച്ചത്. പക്ഷെ അവൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ചോദിക്കില്ലേ. അച്ഛൻ പോയ മിസ്സിങ് എനിക്ക് ഇന്നില്ല. സത്യം പറഞ്ഞാൽ എന്നെ ആ മിസ്സിങ് എന്നെ ഏട്ട അറിയിക്കുന്നില്ല. എന്നെ മാത്രമല്ല, എൻ്റെ അമ്മയെ അറിയിക്കുന്നില്ല, എൻ്റെ അനിയത്തിനെ അറിയിക്കുന്നില്ല, ഞങ്ങൾ ആരെയായിട്ട് അറിയിക്കുന്നില്ല. ദാറ്റ് ഈസ് വാട്ട് മേക്ക് ഹിം ദ ബെസ്റ്റ്. ഇതാകെ നമ്മളെ സന്തോഷമായി. സോ സോറി. അരിമോൾ എൻ്റെ അടുത്ത് പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാനിത് ഫസ്റ്റ് ടൈം അങ്ങനെ കേൾക്കണേ. ഇവർ രണ്ട് പെൺകുട്ടികളാണ്. അനിയത്തി എന്ന് പറഞ്ഞാൽ തീരെയില്ല. ഞാൻ അവളെ കൂടെ ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവളെ പകുതി, പക്ഷെ ഇവളെ ഡിക്റ്റോ, അരിമോളെ ഡിക്റ്റോ കോപ്പി. അമ്മ എന്ന് പറഞ്ഞാല്, അരിമോളുടെ അമ്മ എന്ന് പറഞ്ഞാല് അവള് കുറച്ച് ഷൈയാ, പക്ഷെ നല്ല കാണാൻ നല്ല ഭംഗി. അമ്മ വരില്ല കേട്ടോ വീഡിയോയിലൊന്നും. അമ്മ അടുത്ത കാലത്തൊന്നും അമ്മനെ കൊണ്ടുവരാൻ മാക്സിമം ട്രൈ ചെയ്യും. അരിമോളുടെ അമ്മ എന്ന് പറഞ്ഞാല് ആ അമ്മേന്റെ ഭംഗി ഇവർക്ക് കിട്ടിയിട്ടില്ല. ഇവര് സുന്ദരിയാണ്, പക്ഷെ അമ്മേന്റെ ഭംഗി കിട്ടിയിട്ടില്ല നമ്മള് കണ്ണോട്ട് കാണുമ്പോൾ. അപ്പോൾ ഇങ്ങനെ അവള് സംസാരിക്കുന്നത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അത് വലിയൊരു ഷോക്കായി. എന്തായാലും സന്തോഷം, അത്രയും വലിയൊരു സ്ഥാനം മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര സർപ്രൈസിങ്. ഓക്കെ, താങ്ക് യു സോ മച്ച് മോളെ. ആ ഒരു റെസ്പെക്റ്റിനും സ്നേഹത്തിനും ഭയങ്കര താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അടുത്ത ക്വസ്റ്റ്യൻ മാറി മക്കളെ. അരിമോള് ഇന്നെ കല്യാണം കഴിച്ചത് വളരെ ചെറുപ്പത്തിലാന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. 10, 16, 17 വയസ്സേ ഉള്ളൂ. 10ാം ക്ലാസ്സിന്റെ മുന്നേ അരിമോൾക്ക് പ്രേമുണ്ടായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ ശേഷം പ്രേമുണ്ടായിരുന്നോ? കല്യാണം കഴിഞ്ഞ ശേഷം എന്താ ചോദിക്കുക? അതിനിപ്പോ എന്താ ചോദിക്കണേനെന്താ? ഇന്ന അവിടെ ഇട്ട് വറുത്ത തന്നാള്. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കണ പ്രേമുണ്ടായിരുന്നു. സ്നേഹം എന്ന് പറയുന്ന സാധനം ആർക്കും വരാം. സ്നേഹം എന്ന് പറയുന്ന സാധനത്തിന് ഞാൻ പ്യുവറായിട്ടാ കാണുന്നത്. പിന്നെ ചിലപ്പോ ഫാമിലി ലൈഫിൽ വന്നാൽ ചിലപ്പോ അടിയും വീഴാൻ നല്ല പ്രശ്നം. ഞാൻ സത്യസന്ധമായ ഉത്തരം പറയും. സത്യസന്ധമായിട്ട് പടച്ചാൽ. അല്ല, ഇങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട് ഗഡ്സ് ഉണ്ടെങ്കിൽ എനിക്ക് സത്യം പറയാനുള്ള ഗഡ്സ് വേണ്ട. ആയിക്കോട്ടെ, എന്ത് പറയാം, ഞാൻ ആ ഫ്രീഡം തന്നെ. ശരിയാണ്. ഞാൻ 7th പഠിക്കുമ്പോൾ 8th പഠിക്കുന്ന ഒരു ചേട്ടൻ്റെ അടുത്ത് എനിക്ക് പ്രേമം ഉണ്ടായി. പ്രേമല്ല, അന്ന് എനിക്ക് പ്രേമം എന്താന്ന് പറഞ്ഞില്ല. പുള്ളി ഭയങ്കര ഹൈറ്റും ലുക്കൊക്കെ. ഇപ്പം ഞാൻ ആളെ വായി നോക്കിയിട്ടുണ്ട്, ഉള്ളത് പറയാം. അത് ആ പുള്ളിക്ക് അറിയ പോലും ഇല്ല ആക്ച്വലി.
ഒരു വർഷം അടുപ്പിച്ച് ഞാൻ വായി നോക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുകയാണ് ഞാൻ ഒരുപാട് പെൺകുട്ടികളെ നോക്കി. അതെനിക്കറിയാലോ, എന്നോട് ചോദിക്കുന്നതല്ലേ എനിക്ക് ഉത്തരം പറയാൻ പറ്റുമോ? അതൊരു പ്രേമമായിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരാളോട് പ്രേമം ഉണ്ടായിട്ടുണ്ട്. പടച്ചോനെ കുടിക്കുക. അത് ഞാൻ മണാലി പോകുമ്പോൾ ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ഹിന്ദി സിനിമകൾ കാണാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് ഷാറുഖ് ഖാൻ്റെ മൂവീസ് ആയിരുന്നു. എനിക്ക് ഇന്നും അന്നും എന്നും അദ്ദേഹത്തോട് വലിയ പ്രണയം, സത്യമായിട്ട് പ്രണയമാണ്. അത് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ വേണമെങ്കിൽ ലിസ്റ്റ് പറഞ്ഞുതരാം. ഞാൻ 10 ദിവസം അടുപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ മൂവീസും, പഴയ കുച്ച് കുച്ച് ഹോത്താ ഹൈ, കഭി ഖുഷി കഭി ഗം, ഡർ, ദിൽ സേ തുടങ്ങി ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ, അങ്ങനെ ഗോൾഡൻ ഹിറ്റ്സ് എല്ലാം കണ്ടിട്ട് എനിക്ക് എന്നെങ്കിലും അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റിയാൽ എൻ്റെ ജന്മം കൃതാർത്ഥമായി അന്നും തോന്നിയിട്ടുണ്ട്, ഇന്നും തോന്നുന്നുണ്ട്. സത്യ, ഇന്നും എനിക്ക് ആ ആളോട് പ്രണയമുണ്ട്. പ്രജേട്ടൻ കഴിഞ്ഞാൽ എനിക്ക് രണ്ടാമത് ഞാൻ പ്രണയിക്കുന്നത് ഷാറുഖ് ഖാനെയാണ്. അത് സത്യ. ഓക്കെ, നീ 2 ക്വസ്റ്റ്യനും കൂടി ഉള്ളു കേട്ടോ. നമ്മുടെ ലൈഫ് ഏത് സിനിമയായിട്ട് കണക്റ്റാ? അയ്യോ, അത് ഭയങ്കര ടഫാണല്ലോ. അങ്ങനെ ഇപ്പൊ ഏത് സിനിമ എനിക്ക്, ഈശ്വര, അത് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആണല്ലോ. എന്താ ഇടാ? എന്തെങ്കിലും What can I say? എന്തെങ്കിലും ഒരു വേർഡ് പറഞ്ഞേ നമ്മുടെ ലൈഫിനെ വെച്ചിട്ട്. നമ്മുടെ ലൈഫിനെ വെച്ചിട്ടോ? നമ്മളെ ക്യാരക്ടറോ എന്തെങ്കിലും. ബ്യൂട്ടിഫുൾ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ദാറ്റ്സ് ഇറ്റ്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ മൂവി പോലെയല്ല ഞങ്ങളുടെ ജീവിതം, ബട്ട് അവർ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഐ ഗസ് ടിൽ നൗ. അത്രേ ഉള്ളൂ. ഓക്കേ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. പ്രസിഡന്റ് അത് തന്നെ പറയണം. അപ്പോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫൈനൽ ക്വസ്റ്റ്യൻ. അരിമോളെ, ഞാൻ മരിച്ചു പോയാൽ, മരണം എന്ന് പറയുന്നത് ഈ ലോകത്ത് ഏറ്റവും വലിയൊരു സത്യമാണ്. നമ്മളെ തേടി വൺ ഡേ വരും. അതിൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഇന്നത്തെ ജീവിതം അടിപൊളിയാവട്ടെ, ഇന്നത്തെ മൊമെന്റ്, ഇന്നത്തെ ഈ ഇരിക്കുന്ന സമയം സന്തോഷമാവട്ടെ എന്ന് ചിന്തിക്കുന്നു. അപ്പം ഞാൻ മരിച്ചു പോയാൽ അരിമോളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഞാൻ മരിച്ചു പോയാല് പിന്നെന്താ മോളെ അടുത്ത സ്റ്റെപ്പ്? ഞാൻ അങ്ങനെ ചിന്തിക്കുകയില്ല. കാരണം എനിക്കത് ചിന്തിക്കാൻ പറ്റൂല. ഇപ്പൊ പ്രജേട്ടൻ മരിച്ചു പോയാൽ എന്നുള്ളത് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല. സത്യമായിട്ടും അത് അങ്ങനെ ഒരു ചിന്ത പോലും എനിക്ക് വരാൻ പറ്റില്ല. കാരണം ഒരു പക്ഷെ ആ മൊമെന്റിൽ ഞാൻ ചിലപ്പോൾ എന്ത് വേണേൽ എനിക്ക് സംഭവിക്കാം. കാരണം ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ പ്രജൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ഭർത്താവിൻ്റെ റോളല്ല ഉള്ളത്. എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ എല്ലാമാണ്. സോ ഒരാളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവരും ഒരൊറ്റ ഒഴുക്കിൽ അങ്ങ് പോയാൽ, ഒരു ഭർത്താവ് പോയാൽ ഓക്കെ, ഒരു ലൈഫിൽ എൻ്റെ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ അമ്മയും അച്ഛനും ചേട്ടനും ചേച്ചിയും എല്ലാവരും, എൻ്റെ എല്ലാം, എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് ജന്മം നൽകിയ എല്ലാവരും ഒരു നിമിഷം എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയാൽ നിങ്ങൾ എന്താവും? അത് തന്നെ ഞാൻ. അല്ല, അതിലപ്പുറം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. എനിക്ക് ചിന്തിക്കുന്നതേ പേടിയാണ്. ഇറ്റ്സ് മൈ ദ മോസ്റ്റ് ഡാർക്കസ്റ്റ്. എനിക്ക് പറ്റില്ല. ദാറ്റ്സ് ഇറ്റ്. ഐ കാൺട്ട് ഇമാജിൻ. ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ ഭൂമിയിൽ, ഈ ലോകവും ഞാനും മാത്രം. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ എന്ത് ചിന്തിക്കും? ആൾക്കാർ കണ്ടാൽ ചിലപ്പോ കേട്ട് ചിരിക്കും. അല്ല, എന്റെ പേഴ്സണൽ ഫീലിങ്സാ ഞാൻ പറഞ്ഞ. ഓ, താങ്ക് യു സോ മച്ച്. തിരിച്ചൊന്ന് ചോദിക്കട്ടെ, ഇതിപ്പോ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നതാണെങ്കിലും ഞാൻ പോയ ഏട്ടന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാനാണ് മരിക്കുന്നതെങ്കിൽ ഏട്ടന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു ഒരു പട്ടിക്കുട്ടിക്ക് പോലും എൻ്റെ ലൈഫിൽ എത്ര സ്ഥാനമുണ്ട് എന്നുള്ളത് അരിമോൾക്കറിയാം. പിന്നെ ഞാൻ ലൈഫിൽ വെക്കുന്ന ചില സെൻറ്റിമെൻറ്റ്സ് അതെനിക്ക് പബ്ലിക്കിൽ പറയാൻ താല്പര്യമില്ല. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ കട്ടി എത്രത്തോളാണെന്നുള്ളത് ആര്യമോക്ക്, ഈ ലോകത്ത് ആര്യമോക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെ ഒരു കുറേ പെർസെൻറ്റേജ് ഒക്കെ എൻ്റെ ഫ്രണ്ട്സിന് അറിയാം. ഒരുപാട് എൻ്റെ അമ്മയ്ക്കും ഡാഡിക്കും അറിയാം, അനിയന്മാർക്ക് അറിയാം, ഒക്കെ അറിയാം. പക്ഷേ അത് വെച്ചിട്ട് എന്തായിരിക്കും എന്നുള്ളത് അവൾക്ക് ഊഹിച്ചാൽ മതി. അപ്പൊ ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ്. അപ്പോ ഡിപ്ലോമാറ്റിക് ആൻസർ ഇതാണ്. ഞാനും ഏട്ടനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഡിപ്ലോമാറ്റിക് അല്ല, ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ ഡിപ്ലോമാറ്റിക് അല്ല, ഞാൻ പറഞ്ഞുതരാം. അതായത് എന്റെ പറയണ്ട, ഐ നോ വാട്ട് യു തിങ്ക്. എന്നാലും വേണ്ട, ഞാൻ ജസ്റ്റ് ചുമ്മാ ചോദിച്ചതേ. എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. ഓക്കെ, ലെറ്റ്സ് ഫൈൻഡ് ദിസ് വീഡിയോ. ഓക്കെ, അപ്പോ ഞങ്ങളിവിടെ ഡ്രോപ്പ് ചെയ്യാണ്. നിങ്ങളൊക്കെ ഒരു സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പോസിറ്റിവിറ്റിയും ഈ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ അതന്നെ, ജീവിതത്തിൽ എല്ലാവരും പാസ്റ്റിൽ ജീവിക്കുക. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ
അത് ആലോചിച്ച് ജീവിക്കുക, അവർക്ക് വേണ്ടി ജീവിതം മാറ്റി വെക്കുക. പ്രസൻറ്റിൽ ജീവിക്കുക എന്നാണ് എല്ലാവരും പറയുക, പക്ഷെ പ്രസൻറ്റിൽ സന്തോഷം കണ്ടെത്തുക, പാസ്റ്റൊക്കെ ആലോചിച്ചിട്ട് ജീവിക്കുക. ദാറ്റ്സ് ഓൾ അല്ലേ? നല്ലത് ചെയ്യുക, സ്നേഹിക്കുക, സ്നേഹം കൊടുക്കുക, അങ്ങനെ ജീവിക്കുക. ഓക്കെ. അപ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഇസ് വെരി ഹൈ ഗൈസ്. അതിനോളം വരില്ല ബാക്കിയൊന്നും. നമ്മൾ കുറേ അങ്ങ് ചെല്ലുമ്പോൾ നമുക്ക് ബാക്കി ഇത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ നമ്മൾ എത്ര സമ്പാദിച്ചു കൂട്ടി, എന്തൊക്കെ ജീവിതത്തിൽ അച്ചീവ് ചെയ്തു, ഇതൊന്നുമില്ല. നമ്മൾ സ്നേഹിച്ചതും നമ്മൾ സ്നേഹം കൊടുത്തതേ അവസാന കാലത്ത് ഓർക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ സ്നേഹിക്കൂ, സ്നേഹം കൊടുക്കൂ, സ്നേഹം വാങ്ങൂ, സ്നേഹിക്കൂ. എല്ലാറ്റിനും നന്ദി. ഡാൻസിന് സപ്പോർട്ട് എല്ലാറ്റിനും. നെഗറ്റീവ് കമൻറ്റ് പറയുന്നവർക്കും ഒരുപാട് സ്നേഹത്തോടെ നന്ദി. എല്ലാവർക്കും ഓരോ മനസ്സുണ്ട്. എല്ലാം നല്ലതാവട്ടെ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. താങ്ക് യു. ബൈ ബൈ. ലവ് യു.